ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ മിയാനി കിച്ചൺ. ഞാനിന്നിവിടെ പൈനാപ്പിൾ കൊണ്ട് ഒരു പുഡിംഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ലതുപോലെ പഴുത്ത ഒരു പൈനാപ്പിളിൻ്റെ ഹാഫേ ഉള്ളത്. അത് ഞാൻ ഒരു ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടെന്ന് പറഞ്ഞാൽ ഞാനിവിടെ 2 സ്പൂണ് കസ്റ്റാർഡ് പൗഡർ, 2 സ്പൂണ് കോൺഫ്ലവർ, 2 സ്പൂണ് പാൽപ്പൊടി, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സേമിയ, ഇത് വണ്ണം കുറഞ്ഞ സേമിയാണ്. അതൊന്ന് ചൂടുവെള്ളത്തിലിട്ട് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ആദ്യം നമുക്ക് ഈ പൈനാപ്പിൾ കുറച്ച് നെയ്യിലൊന്ന് നല്ലതുപോലെ വരട്ടിയെടുക്കണം. നമുക്ക് ആദ്യം ഇത് ഒന്ന് നെയ്യിൽ വഴറ്റിയെടുത്തുകൊണ്ട് വരാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടാവട്ടെ. നെയ്യ് ഉരുകി വരുന്നുണ്ട്. നമുക്കതിലേക്ക് ഈ പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ പഴുത്ത പൈനാപ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് അധികം പഞ്ചസാര അങ്ങനെയൊന്നും ചേർക്കേണ്ടി വരത്തില്ല. പൈനാപ്പിൾ പുളിയാണെങ്കിൽ പിന്നെ നമുക്ക് മധുരമൊക്കെ കൂടുതൽ ചേർക്കേണ്ടി വരും. ഇത് നമുക്കൊന്ന് നെയ്യിലിട്ടൊന്ന് മൂപ്പിച്ചെടുത്തുകൊണ്ട് വരാം. ഒരുപാട് വഴറ്റി ബ്രൗൺ കളറൊന്നും ആവണ്ട, ചെറുതായിട്ട് നമുക്ക് നെയ്യിലിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് ബ്രൗൺ ഷുഗറാണ്. ഇളക്കി മിക്സ് ചെയ്യാം. ഒരു 5 മിനിറ്റ് ഒന്ന് നമുക്ക് വരട്ടിയെടുത്താൽ മതി. 5 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയാവും. പൈനാപ്പിൾ റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് ക്രീം റെഡിയാക്കാനുള്ള പാല് തിളപ്പിച്ചെടുക്കാം. പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാലൊന്ന് തിളച്ച് വരട്ടെ. പാല് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ പൊടികളൊക്കെ കുറച്ച് തണുത്ത പാലിലൊന്ന് കലക്കി വെക്കാം. ഇത് നമുക്ക് ഈ പാലിലേക്ക് ചേർത്ത് കുറുക്കിയെടുക്കാനുള്ളതാണ്. ഇത് 2 സ്പൂണ് കസ്റ്റാർഡ് പൗഡർ, 2 സ്പൂണ് പാൽപ്പൊടി, 2 സ്പൂണ് കോൺഫ്ലവർ, ഇത്രയും പൊടികളാണ്. ഇതിനെ നമുക്ക് തണുത്ത പാലിൽ കലക്കിയെടുത്തുകൊണ്ട് വരാം. നമ്മുടെ പൈനാപ്പിൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പൈനാപ്പിളിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതോടെ ഇരിക്കട്ടെ. പാല് തിളച്ച് വന്നിട്ടുണ്ട്. പാലിലേക്ക് നമുക്ക് ഈ കലക്കി വെച്ചിരിക്കുന്ന പൊടി ഒഴിച്ചു കൊടുക്കാം. പൊടികളെല്ലാം കൂടെ കലക്കി വെച്ചിട്ടില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് കണ്ടിന്യൂസ് ഇളക്കാം. കട്ട കെട്ടാതെ ഇളക്കിയെടുക്കണം. കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ കയ്യിൽ കുറച്ചേ ഉള്ളൂ. പാൽപ്പൊടിയൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് അധികം കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓൾറെഡി മധുരമുണ്ട്. പിന്നെ പൈനാപ്പിൾ നല്ലതുപോലെ പഴുത്തതാണ്. പൈനാപ്പിൾ നല്ലതുപോലെ പഴുക്കാത്തതാണെങ്കിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കൊക്കെ കൂടുതൽ ഒഴിക്കേണ്ടി വരും. അതുപോലെ പാൽപ്പൊടിയോ പഞ്ചസാരയൊക്കെ മധുരത്തിനനുസരിച്ച് നമുക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇളക്കി മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കാം. ലോ ഫ്ലെയിമിലാണ് ഞാനിത് കുറുക്കിയെടുക്കുന്നത്. കുറുകി വരട്ടെ. നമുക്കിതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂണോളം ഏലക്കപ്പൊടി ചേർത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇത് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് കണ്ടോ, ഇതേ പരുവത്തിൽ കുറുക്കിയെടുക്കണം. ഇനി ഇതിരിക്കും തോറും വീണ്ടും കുറച്ചും കൂടെ കുറുകി വരും. നമുക്കിനി പുഡിങ് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ 2 ട്രേ എടുത്ത് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇനി സെറ്റ് ചെയ്യാം.
നമ്മുടെ ക്രീം റെഡി ആക്കുമ്പം ക്രീമിൻ്റെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. മധുരം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് 2 സ്പൂൺ പഞ്ചസാരയും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. കുറച്ച് മധുരം കുറവായിരുന്നു. അപ്പോൾ ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് ക്രീം ഒഴിച്ചു കൊടുക്കാം. 2 ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ കുറച്ചും കൂടെ ഒഴിക്കാം. ഇത് കുറച്ച് വലിയ ട്രേ അല്ലേ. ഇനി നമുക്കിതിലേക്ക് നമ്മളിവിടെ സേമിയ ബോയിൽ ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ഒരു ലെയർ വെച്ച് കൊടുക്കാം. ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്താൽ മതി. എല്ലാ സ്ഥലത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. ജസ്റ്റ് ചൂടുവെള്ളത്തിലിട്ട് 2 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. ഇത് പെട്ടെന്ന് ബോയിലായി കിട്ടും. എന്നിട്ട് വെള്ളം ഡ്രെയിൻ ഔട്ട് ചെയ്താൽ മതി. നമുക്ക് എല്ലാ സ്ഥലത്തേക്കും ഇതുപോലെ ഫോർക്ക് കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് നിരത്തി വെച്ച് കൊടുക്കാം. ഈ ലെയർ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഹണി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വേറെ കുപ്പി എടുക്കാം. മതി. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബദാം ക്രഷ് ചെയ്തത് വെതറി കൊടുക്കാം. ഇനി നമ്മുടെ മെയിൻ താരം പൈനാപ്പിൾ. കുറച്ച് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ക്രീമും കൂടെ ഒഴിച്ചു കൊടുക്കാം. രണ്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാ സ്ഥലത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ക്രീം എല്ലാം 2 ട്രേയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ മതി കേട്ടോ, സ്കിപ്പ് ചെയ്യാൻ വേണമെങ്കിൽ. സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള പൈനാപ്പിൾ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇതിൻ്റെ മുകളിൽ നിരത്തി വെച്ച് കൊടുക്കാം. എല്ലാം ഒന്ന് വെച്ച് സെറ്റ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. പൈനാപ്പിൾ പീസസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ബദാം കൂടെ ക്രഷ് ചെയ്തത് ഇതിൻ്റെ പുറത്തേക്ക് നിരത്തി കൊടുക്കാം. പിസ്ത ഉണ്ടെങ്കിൽ പിസ്തയും ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കാഷ്യൂസും വെക്കാം. ഞാനിപ്പം ബദാം മാത്രമേ ഇടുന്നുള്ളൂ. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പുഡിങ് റെഡിയായി. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും തണുപ്പിച്ചിട്ട് എടുത്ത് യൂസ് ചെയ്യാം. ഇനി കുറച്ച് നേരം ഇരുന്ന് തണുക്കട്ടെ. തണുത്തിട്ട് നമുക്കിത് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. നമ്മുടെ പുഡിംഗ് ഒക്കെ തണുത്തിട്ടുണ്ട്. ഞാൻ കവർ ചെയ്തു. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 1-2 മണിക്കൂർ തണുപ്പിച്ചിട്ട് എടുത്തിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ പുഡിംഗ് നോക്കിക്ക് 2 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കവറൊക്കെ അഴിച്ച് മാറ്റിയിട്ട് കട്ട് ചെയ്ത് സെർവ് ചെയ്യാമേ. നോക്കിക്കാൻ നമ്മുടെ പുഡിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ,
സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി കട്ട് ചെയ്ത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാമേ. നമ്മളിത് കണ്ടോ, പ്ലേറ്റിലേക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഈ റെസിപ്പി ഇഷ്ടമെങ്കിൽ എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഒരു ട്രേയിൽ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല, നമുക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം. ഇത് കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പം വീണ്ടും നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി മിയാനി കിച്ചണിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.